നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പലപ്പോഴും കേട്ടിട്ടുണ്ട് മന്ത്രിമാരോ അല്ലെങ്കിൽ MLA-മാരോ MP-മാരൊക്കെ പോകുന്ന വഴിയിൽ ഏതെങ്കിലും തരത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വല്ല അപകടം പറ്റുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇവരൊക്കെ ജനപ്രതിനിധികളൊക്കെ തന്നെ ചിലപ്പോൾ റോഡിൽ ഇറങ്ങി അവരെ സഹായിക്കുന്നതും അതിൻ്റെ വീഡിയോയൊക്കെ പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. ഇന്നും ലോക് ഭവന് മുൻപിൽ അത്തരത്തിലൊരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. ലോക് ഭവന് മുന്നിലെ റോഡിൽ കുഴഞ്ഞു വീണ വഴി യാത്രക്കാരനെ സഹായവുമായി എത്തിയത് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ തന്നെയാണ്. നഗരത്തിലെ തിരക്കിനിടയിൽ ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വാഹനത്തിൽ പുറത്തേക്ക് പോകുന്നതിനിടെയാണ് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ട് റോഡിൽ വീണ വഴി യാത്രക്കാരന് സഹായവുമായി അവിടെ വണ്ടി നിർത്തിയത്. ലോക് ഭവൻ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകുന്നതിനിടെയാണ് അവിടെ തൊട്ടടുത്ത് തന്നെ വഴിയാത്രക്കാരനായി ഗിരീഷ് തല കറങ്ങി റോഡിൽ വീഴുന്ന കാഴ്ച ഗവർണർ കണ്ടത്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടിയതിനെ തുടർന്നാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതെന്നാണ് അറിയുന്നത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഗവർണർ വാഹനം നിർത്താൻ ആവശ്യപ്പെടുകയും വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഈ വഴിയാത്രക്കാരന്റെ അടുത്തെത്തുകയും ചെയ്തു. ഏകദേശം 15 മിനിറ്റോളമാണ് ഗവർണർ അദ്ദേഹത്തിന്റെ അടുത്ത് തുടർന്നതും ആരോഗ്യനിലയെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തത്. ആവശ്യമായ സഹായങ്ങൾ നൽകാനും ഗിരീഷിനെ ആശുപത്രിയിൽ എത്തിക്കാനും ഗവർണർ തന്റെ സ്റ്റാഫിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗവർണറുടെ ഒപ്പമുണ്ടായിരുന്ന സ്റ്റാഫ് ഗിരീഷിന് വെള്ളം നൽകുകയും മുഖം കഴുകി കൊടുക്കുകയും ചെയ്തു. ഗിരീഷ് നൽകിയ ഫോൺ നമ്പറിൽ ഗവർണറുടെ സ്റ്റാഫ് ബന്ധപ്പെടുകയും വീട്ടുകാരെ വിവരം അറിയിക്കുകയും ചെയ്തു. വെള്ളയമ്പലം ആൽത്തറ ദേവീക്ഷേത്രത്തിന് സമീപമാണ് ഗിരീഷിന്റെ വീട്. അതായത് ഈ ലോക് ഭവന്റെ അവിടെ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. പക്ഷേ കുടുംബം ദൂരെയായിരുന്നതിനാൽ ഉടൻ സ്ഥലത്തെത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഗിരീഷിനെ ആദ്യം ആശുപത്രിയിൽ എത്തിച്ച് ആരോഗ്യനില പരിശോധിച്ച ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ഗവർണർ നിർദ്ദേശിച്ചത്. തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും നടത്തി. അടിയന്തര സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ യാത്ര നിർത്തിവെച്ച് വഴിയാത്രക്കാരന് സഹായം എത്തിക്കാൻ ഗവർണർ നേരിട്ട് ഇടപെട്ടതും ശ്രദ്ധേയമായി. ഒരുപക്ഷെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന മറ്റേതെങ്കിലും അദ്ദേഹത്തിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരോട് പറയാമായിരുന്നു അദ്ദേഹത്തെ ഒന്ന് ശ്രദ്ധിക്കാനും സഹായിക്കാനും. പക്ഷേ ഇവിടെ അദ്ദേഹം തന്നെ നേരിട്ടിറങ്ങി അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചറിയുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കായിട്ട് ആവശ്യമുള്ള അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്നും വീട്ടിലെത്തിക്കണമെന്നും പറഞ്ഞതിന് ശേഷമാണ് ഗവർണർ അവിടെ നിന്ന് മാറിയത്. ഏതായാലും ഗവർണറുടെ ഈ പ്രവൃത്തി സോഷ്യൽ മീഡിയയിലും വൈറലാണ്. അതിൻ്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. നിരവധി ആളുകളാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിക്ക് അഭിനന്ദനം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. കാരണം പലപ്പോഴും പല അപകടത്തിൻ്റെയൊക്കെ CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പലരും എന്തെങ്കിലും സ്വന്തം തൊട്ടടുത്തൊരാൾക്ക് അപകടം പറ്റിയാൽ പോലും അതിനെ ഒന്ന് മുഖം അങ്ങോട്ട് നൽകാതെ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു പോകുന്ന ദൃശ്യങ്ങൾ, അതായത് സഹായിക്കാൻ ഒരു മനസ്സ് പോലും ഇല്ലാത്ത നിരവധി ആളുകളുണ്ട്. എന്നാൽ അവിടെ സഹായിക്കുന്ന നിരവധി ആളുകളുമുണ്ട്. അതിനിടയിലാണ് ഗവർണറുടെ ഈ പ്രവൃത്തി നിറഞ്ഞ കയ്യടി നേടുന്നത്.